ഹായ് ഹലോ ഒരുവാൻ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റമദാനായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ, അതുപോലെ തന്നെ റമദാൻ സ്പെഷ്യൽ ഒരു വ്ളോഗ് ഒക്കെ ചെയ്യാനായിട്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാല്ലാ ഉടനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇതിപ്പോൾ ഒരു വൈകുന്നേരമായി. ഈ വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ അടുക്കളയിൽ കാണുന്ന കുറച്ച് തിക്കും തിരക്കുകളുണ്ടല്ലോ, അതായത് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്ക്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു വ്ളോഗാക്കി എടുക്കാം, എന്നാൽ ഡീറ്റെയിൽ ആയിട്ടില്ല, വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് ഒരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ തിക്കും തിരക്കൊക്കെ ഒന്ന് കണ്ടാലോ. ഇപ്പം എല്ലാ വീട്ടിലും ഈ സ്നാക്സ് നോമ്പുതുറ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും. ഇവിടെ ഇപ്പോൾ ചിക്കൻ ക്യൂബ്സ് ഒക്കെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അടുക്കള കയറിയപ്പോൾ തന്നെ സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ചിക്കൻ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ ജീരകം പൊടിയാണ്. പിന്നെ ഇത് ആ ഫ്ലേവർ കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ തൈര്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന അളവിനാട്ടോ എല്ലാം ചെയ്യുന്നത്. പിന്നെ തന്തൂരി മസാലയുടെ ആ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സമൂസ ചെയ്യുന്നത് തന്തൂരി ചിക്കൻ സമൂസ ആണ്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഡ്യൂട്ടീസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. മാവാട്ടുക, അതിങ്ങനെ ഇളക്കുക, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഴയ്ക്കുന്ന പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇതൊക്കെ ചെയ്യാൻ. എനിക്കുള്ള പണി വരുന്നുണ്ട്. എന്തോ പണി? അമ്മ അനങ്ങത്തില്ല, മിണ്ടത്തില്ല. വ്ളോഗ് തുറന്നിട്ടുമ്പോ മിണ്ടത്തില്ല, അല്ലെങ്കിൽ വാ അടക്കാൻ പാടാ. അപ്പൊ ഗൈസ്, എനിക്കുള്ള പണി എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വരാം. അപ്പൊ ചിക്കൻ മസാലയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് പിടിക്കാനായിട്ട്. ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കപ്പ അരിഞ്ഞെടുക്കലാണ്. കാണാൻ എങ്ങനെയാന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞാനാ ചെയ്തതെന്ന്. പക്ഷെ ഞാനല്ല. ഇത് പകുതി ആയപ്പോഴേക്കും ഉമ്മച്ചി വാങ്ങിച്ച് ഇങ്ങ് താ, ഞാൻ ചെയ്തോളാം, വൃത്തിയില്ലാണ്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഗൈസ്. എങ്കിലും ചിലതൊക്കെ എൻ്റെ ഉണ്ട്, ഇതൊക്കെ. അപ്പോൾ കപ്പയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച് ചിക്കനിലോട്ട് വരാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുകയും വേണം. അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ ആട്ടോ ഈ സവാള ഇടുന്നത്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു മസാല അതിൽ പിടിക്കുന്ന, ആ ഒരു എണ്ണ പിടിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. അപ്പോൾ നേരത്തെ എടുത്ത പൊടികൾ തന്നെ റിപ്പീറ്റ് ഇടുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി പറഞ്ഞു, ഇങ്ങനത്തെ പൊടികളെല്ലാം ഇടുന്നുണ്ട്. പിന്നെ മല്ലിയില ഇടുന്നുണ്ട്. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, ഒന്ന് വാടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ആ മാറ്റി വെച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അപ്പോൾ അതിൽ സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ചിരട്ടയാട്ടോ ഇത് കത്തിച്ച് കനലാക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മോക്ക് ഇങ്ങനെ വരും. അപ്പോൾ അടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്നങ്ങ് ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് പിടിച്ചോളും. ആ സമയം കൊണ്ട് നമുക്കിനി കപ്പയിലോട്ട് വരാം. കപ്പ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചതച്ച് ഇടിച്ച് പരുവാക്കുന്നത് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ഇട്ട് ചതക്കുകയാണ്. ഇതിപ്പോൾ പാൽക്കപ്പയാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചീനി കിട്ടണം കേട്ടോ. ഇപ്പോഴത്തെ കപ്പയൊക്കെ അങ്ങനെ കിട്ടിയാലേ പാൽക്കപ്പയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് വെച്ചിരുന്നതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അതായത് ചില കപ്പകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഒരു പാൽക്കപ്പയുടെ ഒരു ഫ്ലേവറും ആ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇത് കഴിച്ച് നോക്കിയപ്പം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഉപ്പ് വേണമെന്ന് തോന്നി. അപ്പോൾ ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കടുക് താളിച്ചെടുക്കുന്നുണ്ട് അതിലൊഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചാൽ നമുക്ക് സമൂസയിലോട്ട് വരാം. അപ്പോൾ ആ ചിക്കൻ മിക്സ് സ്മോക്കൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. എനിക്കിതിന് എത്ര ഫോൾഡ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാലും ഞാൻ മറക്കും. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ചെയ്യും, പിന്നെയും ഞാൻ മറക്കും. ആ ഒരു സ്റ്റെപ്പ് പിന്നെ ഉമ്മാടുത്ത് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ മൈദാമാവ് ഇങ്ങനെ വെള്ളമായിട്ട് കലക്കിയിട്ടുള്ളത് പശയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മാറി നിന്ന് ചെയ്തു. കറക്റ്റ് അങ്ങനെ പിടി. അങ്ങനെ ഓക്കെ. അങ്ങനെ അവിടെ വരണം. ആ മട
സമൂസ അത്രയും ചെയ്ത് വെച്ച് ഞാൻ തന്നെ വീണ്ടും മറന്നു. പിന്നെയും ഞാൻ എന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ നമ്മൾ സമൂസ ഇങ്ങനെ തിളച്ച എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ സമൂസ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ മാറ്റിയെടുക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം മിക്സഡ് ജ്യൂസ് ആട്ടോ ഇന്നെനിക്ക് കൂടുതലും എല്ലാ ജ്യൂസിനേക്കാളും ഈ മിക്സഡ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരാൾ കുറേ നേരമായിട്ട് മേലോട്ട് എന്നെ നോക്കിയിരിപ്പാണ്. അങ്ങനെ ഫ്രൂട്ട്സ് കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കമൻറ്റിൽ ഇന്നലെ ഷോർട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ ആഡ് ചെയ്യില്ലേന്ന്. അപ്പോൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ക്ലിപ്പ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്നേ എല്ലാം ഡൈനിങ്ങിലോട്ട് സെറ്റാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് കിണ്ണത്തപ്പം, ഈന്തപ്പഴം, പിന്നെ മയോണൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂസയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. സോസ് ആണെങ്കിലും മതി. പിന്നെ ഞാൻ ഈ സമൂസയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഒരു പൂ പോലൊക്കെ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് എല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായ, ജ്യൂസ്, പഴം, ഈന്തപ്പഴം, കിണ്ണത്തപ്പം, സമൂസ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ തന്തൂരി ചിക്കൻ സമൂസ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയുള്ളായിരുന്നു വൈകിട്ടത്തെ ഈ ഒരു പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ. ഈ അടുക്കളയിലുള്ള തിരക്കും ഫുഡ് ഐറ്റംസൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ നോമ്പ് കഞ്ഞിയെക്കുറിച്ച് കുറച്ച് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ വർഷവും നമുക്കിങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ചിലയിടത്തൊന്നും ഇതില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഈ നോമ്പ് കഞ്ഞി എവിടെയൊക്കെ കിട്ടും കിട്ടത്തില്ല എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ജില്ലക്കാരാണ് നമുക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പാൽക്കപ്പ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചത് കഴിക്കാൻ പോവാണ്. നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോഴായിരിക്കും ഈ ഒരു വിശപ്പൊക്കെ വരുന്നത്. പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് കരിമീൻ പൊള്ളിച്ചായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് സെറ്റാക്കി ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാനായിട്ട്. നമ്മൾ അടുക്കളയിലെ കുറച്ച് പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കാണിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.